ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ അമ്മയും അമ്മുമ്മയൊക്കെ പണ്ട് ഉണ്ടാക്കി തരുന്ന വെള്ളത്തിൽ വേവിച്ച കൊഴുക്കട്ടയില്ലേ, നാടൻ കൊഴുക്കട്ട, അതുണ്ടാക്കിയാലോ? അപ്പോൾ ഞാൻ മട്ട അരി ഒരു 8 മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. അത് നന്നായിട്ട് കുതിർന്ന ശേഷം വെള്ളമെല്ലാം തോരാൻ വേണ്ടി നമുക്കൊന്ന് അരിപ്പയിലേക്ക് ഇട്ട് വെക്കാം. വെള്ളമെല്ലാം പോയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുവാണ്. അപ്പോൾ ഞാൻ മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് കുറേശ്ശായിട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് പൊടിച്ച് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇനി അതിലേക്ക് കുറച്ച് ജീരകം ഇടുന്നുണ്ട്. ചെറിയ ജീരകം ഇട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയിട്ട് ചേർക്കുന്നുണ്ട്. തേങ്ങയൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇടാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. പണ്ടൊക്കെ കല്ലായിരുന്നു അരയ്ക്കുന്നത്, ഇപ്പം നമുക്ക് മിക്സിയിലേ അരയ്ക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാനൊരു അല്പം വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമുക്കൊന്ന് ഉരുട്ടത്തക്ക രീതി, നമുക്കൊന്ന് കൊഴുക്കട്ടയുടെ രൂപത്തിൽ ഉരുട്ടിയെടുക്കണ്ടേ. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ഇതുപോലെ ഞാനൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അരച്ച മാവ് കുറേശ്ശെയായിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഞാനിങ്ങനെ, ഒരുപാട് ചെറിയ ഉരുളകൾ വേണ്ട കേട്ടോ, ഒരു മീഡിയം സൈസ് ഉരുളയിൽ ഞാൻ ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം അതങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എല്ലാ മാവും ഞാനങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് വെള്ളം തിളച്ച ശേഷം ഞാൻ ഇതിലേക്ക് ഒരല്പം തേങ്ങ കൂടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. തേങ്ങ തിരുമ്മിയത് കുറച്ച് ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ കൊഴുക്കട്ടകളെല്ലാം അതിലേക്ക് ഇട്ടാം. ഒരല്പം ഉപ്പും കൂടി ഞാൻ വെള്ളത്തിന് വേണ്ടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് തീ ഒരുപാട് കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് അത് പൊടിഞ്ഞു പോവും. തീ കുറച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിത് കൊഴുക്കട്ട ഇട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കാൻ പോകരുത് കേട്ടോ, അത് പൊടിഞ്ഞു പോവേ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഇളക്കി നോക്കി. ഇപ്പോൾ കൊഴുക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. നമുക്ക് പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ഇത് കഴിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് അറിയുമോയെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.